ഹലോ, കുറേ ആയല്ലേ നമ്മളൊരു പിസ്സയുടെ വീഡിയോ ഇട്ടിട്ട്. ഞാൻ ആദ്യമായിട്ട് പിസ്സയുടെ വീഡിയോ ഇട്ട സമയത്ത് എനിക്കത് 2 ലാക്കോളം വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫേസ്ബുക്കിൽ. അപ്പം അതിന് ശേഷം 2 ലാക്കോളം വ്യൂസ് കിട്ടിയൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സദ്യ കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. അപ്പം ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഡൗ എല്ലാം ഒന്ന് റെഡിയാക്കി, നല്ലപോലെ പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി നമ്മുടെ ഈ ഒരു പ്ലേറ്റിലേക്ക് ഞാനിതൊന്ന് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ടേ. 2 കൈ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം, എങ്കിലേ നമുക്കത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം അതിന് ശേഷം ഞാൻ സൈഡിൽ മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിൽ മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഫുള്ളൊന്ന് റൗണ്ട് ചെയ്ത് ഫുള്ളൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഈ ഡൗ ഇങ്ങനെ ചൂടാകുമ്പം പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോർക്ക് വെച്ചിട്ടൊന്ന് ഹോളിട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് കുത്തി അത്യാവശ്യം ഉണ്ടത്, അത്യാവശ്യം ഞാൻ ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിറച്ച് ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ സോസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സോസാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പം നല്ല ടേസ്റ്റുള്ളൊരു സോസാണ് ഇതിപ്പം. പ്രത്യേകിച്ച് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് അധികം സ്പൈസി ആയിട്ട് വേണ്ട എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇച്ചിരി സ്വീറ്റായിട്ടാണ്, ഒത്തിരി അങ്ങ് സ്വീറ്റല്ല എങ്കിലും അധികം സ്പൈസിനെസ് ഇല്ലാത്ത പോലെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ സോസെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ മൊസറല്ല ചീസാണ് കേട്ടോ. അപ്പം അതും ഞാനിവിടെ നല്ല തണുപ്പായിട്ടിരിക്കുന്നത് ഇടാൻ പാടില്ല. അതിൻ്റെ തണുപ്പെല്ലാം മാറി റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രമേ നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ. എങ്കിലേ നമുക്കത് നന്നായിട്ട് ഇത് ബേക്കാവുന്ന സമയത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മെൽട്ടായി വരത്തുള്ളൂ. ഈ ഒരു ചീസ് മെൽട്ടായി വല്ല വലിഞ്ഞ് വരണമല്ലോ, അങ്ങനെ വരത്തുള്ളൂ. അപ്പം അതിന് ശേഷം ഞാൻ ഇവിടെ നമ്മുടെ തക്കാളി, ക്യാപ്സിക്കം, സവാള ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വലുതായിട്ടല്ല കേട്ടോ ഇപ്രാവശ്യം നമ്മൾ കട്ട് ചെയ്തേക്കുന്നത്, ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പം അതുകൂടെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ശരിക്കും ഈ ഒരു പിസ്സ ഭയങ്കരമാണ് ടേസ്റ്റ്. അങ്ങനെ പിസ്സ ഹട്ടിൻ്റെ ടേസ്റ്റ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിസ്സ ഹട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടിയില്ല എങ്കിലും നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ കൊടുത്തിട്ടുള്ളവരെല്ലാം നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്.